ഹായ്. നമ്മള് ഇപ്പൊ +1-ലും +2-ലും ബോർഡ് എക്സാം അടുത്തു ആണോ? അപ്പൊ എല്ലാ കണക്കുകളും നന്നായിട്ട് ചെയ്യാൻ നമുക്കറിയാം. അപ്പോ ഈ ബോർഡ് എക്സാം കഴിഞ്ഞാൽ എന്താണ്? എൻട്രൻസ് ആണ്. എൻട്രൻസ് എഴുതണമെങ്കിൽ ബോർഡ് എക്സാമിനെ പോലെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് ആൻസറിലേക്ക് പോകാൻ പറ്റുമോ? സമയമാവില്ലേ? അപ്പൊ അത് നമുക്ക് യൂസ് ആവില്ല. അപ്പൊ എൻട്രൻസിന് കുറെ ട്രിക്സ് ഒക്കെ പഠിക്കണം നമ്മൾ. എങ്ങനെയാണ് ഓരോരോ ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ചെയ്തു പോകാണ് പഠിക്കണം. ഓക്കെയാ? അപ്പോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമ്മൾ ബോർഡ് എക്സാമിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചെയ്ത് കാണിച്ചിട്ട് അത് ട്രിക്സിൽ എത്ര ഈസി ആയിട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാൻ പോകുകയാണ്. ഓക്കെയാ? അപ്പോ നമ്മള് +1-ല് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് പറയുന്ന ചാപ്റ്ററിൽ ലിമിറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്ന കണക്കുണ്ട്. അത് ഉറപ്പായിട്ട് എൻട്രൻസിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെയാ? ആ ക്വസ്റ്റ്യന് എങ്ങനെയാണ് ബോർഡ് എക്സാമിൽ നമ്മൾ ചെയ്യാണെന്ന് ഫസ്റ്റ് ചെയ്ത് കാണിക്കാം. നോക്കിക്കോ, ക്വസ്റ്റ്യൻ ഞാൻ എഴുതുകയാണേ. ഇപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3x² minus x minus 10 divided by x² minus 4 ആണോ? ഈ ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിലും ശരി എൻട്രൻസിലും ശരി എന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെയാ? ഇപ്പൊ ഇവിടെ നീ ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഇപ്പൊ നീ ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്ക്. ഇതില് നീ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3 വെച്ചു. എക്സ്ക്ക് 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ. അപ്പൊ 2² മൈനസ് എക്സ്ക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മൈനസ് 10 ഡിവൈഡഡ് ബൈ എക്സ്ക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ 2² മൈനസ് 4. അപ്പൊ ഇവിടെ എന്താകും? 2² 4 ആണ്. 4 into 3 12 ആ. 12 minus 2 minus 10 divided by 4 minus 4. അപ്പോ ഇവിടെ നോക്കുമ്പോ -2 -10 -12 ആകും. അപ്പൊ 12 minus 12 divided by 4 minus 4. That means എന്തായി? 0/0. 0/0 ആണെങ്കിൽ അത് വന്നിട്ട് നോട്ട് ഡിഫൈൻഡ് ആണ്. ആണോ? അപ്പൊ നീ എന്ത് ചെയ്യും? ബോർഡ് എക്സാമിൽ ചെയ്യുമ്പോൾ നീ ഇങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെയാ? ഇത് 0/0 ആണ്. അപ്പൊ ഇനി ഇതിന് നീ വന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഈ ഫംഗ്ഷന് സ്പ്ലിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് വേണം ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പൊ നീ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ ഇവിടെ എക്സ് ഇല്ല. ഇവിടെ ഈ 10ന്റെ അടുത്ത് എക്സ് ഉണ്ടെങ്കിൽ നീ എക്സ് കോമണാ പുറത്തെടുക്കും. ഇവിടെ അങ്ങനെ ഇല്ല. അപ്പൊ നീ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെയാ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ x² മുമ്പിൽ കൊയഫിഷ്യന്റ് വന്നില്ലെങ്കിൽ നീ മൾട്ടിപ്ലൈ ചെയ്താ -10 ആഡ് ചെയ്താ -1 എടുക്കും. ബട്ട് ഇവിടെ x² മുമ്പിൽ 3 ഉണ്ട്. അപ്പൊ നീ എന്ത് ചെയ്യണം? ഈ 3 കൊണ്ടുവന്ന് ഈ 10 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 കൊണ്ടുവന്ന് 10 മൾട്ടിപ്ലൈ ചെയ്താ -30 കിട്ടും. ഈ എക്സിന്റെ കൊയഫിഷ്യന്റ് -1 അപ്പൊ അത് -1. ഏതോ രണ്ട് നമ്പറെ പ്ലസ് ചെയ്താ -1 വരുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്താ -30 വരുന്നുണ്ട്. ആ രണ്ട് നമ്പർ ഏതാണെന്നാ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെയാ? ഇപ്പോ -30 വരാൻ ഏത് രണ്ട് നമ്പറെ മൾട്ടിപ്ലൈ ചെയ്താ 30 വരും? ഒന്ന് നോക്ക്. 1 into 30 30. ബട്ട് 1യും 30യും ആഡ് ചെയ്താലോ മൈനസ് ചെയ്താലോ 1 കിട്ടുന്നുണ്ടോ നോക്കണം. കിട്ടുന്നില്ല. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്പർക്ക് പോ. 15 into 2. 15 into 2 മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടും. പക്ഷെ ആഡ് ചെയ്താലോ മൈനസ് ചെയ്താലോ 1 കിട്ടുന്നില്ല. അങ്ങനെ നീ ചെക്ക് ചെയ്തിട്ട് വരുമ്പോ നിനക്ക് 6ഉം 5ഉം കിട്ടും. നീ നോക്ക്. 6ഉം 5ഉം 6ഉം 5ഉം 6 into 5 30 ആണ്. 6ൽ നിന്ന് 5 പോയാ 1 ആണ്. കറക്റ്റാ? ഇനി സൈന് ചെക്ക് ചെയ്യണം. സൈന് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ്, അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർക്ക് മൈനസ്. അപ്പോ ഏറ്റവും വലിയ നമ്പർക്കാണ് മൈനസ് സൈൻ. ഓക്കെയാ? അപ്പൊ ഇവിടെ 6 5ലെ ഏറ്റവും വലിയ നമ്പർ 6 ആണ്. സോ അതുക്ക് നീ മൈനസ് സൈൻ കൊടുത്തു, ഇതിന് പ്ലസ് സൈൻ കൊടുത്തു. ഇനി നീ ചെക്ക് ചെയ്ത് നോക്കിയേ. 6 into 5 30 ആണ്. വലുതിന്റെ സൈൻ മൈനസ് ഇട്ടു. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 6ൽ നിന്ന് 5 പോയാൽ 1 ആണ്. വലുതിന്റെ സൈൻ -1 വന്നു. ായി. ബട്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ 3 എടുത്ത് നീ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ 30യെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നീ ആൻസറിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെയും /3 ഇടണം, ഇവിടെയും /3 ഇടണം. ഇവിടെ ഫ്രണ്ടിൽ എക്സ് ഇട്ട് കൊടുത്തു. ഓക്കെയാ? അപ്പൊ എക്സ് ഇട്ട് കൊടുത്തു. ഇങ്ങനെയായിരിക്കും നീ ബോർഡ് എക്സാമിന് പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ 3 കൊണ്ട് 6 കട്ട് ചെയ്താ 2. അപ്പൊ നിനക്ക് എന്ത് കിട്ടും? x - 2 കിട്ടും. ഈ 3 എടുത്ത് ഈ എക്സോടെ മൾട്ടിപ്ലൈ ചെയ്താ 3x + 5 കിട്ടും. സോ നീ ഈ 3x² - x -10 ഇങ്ങനെ മാറ്റി എഴുതി. ഓക്കെയാ? ഇനി നമ്മൾ കണക്കിലേക്ക് പോയാ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2x - 2 3x + 5 divided by ഈ x² - 4.
മക്കളെ നിങ്ങൾക്കൊക്കെ അറിയാം എക്സ് സ്ക്വയർ മൈനസ് 4 എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയറിന് എഴുതാം ആണോ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറുടെ ഫോർമുല എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ ഇവിടെ ഇത് എന്താകും? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് കിട്ടും ആണോ? അതെ കൊണ്ടൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നീ നോക്കുമ്പോ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ ഇനി കോമൺ ആയത് ക്യാൻസൽ ചെയ്യാം. അപ്പോ ഈ എക്സ് മൈനസ് ടുവും എക്സ് മൈനസ് ടുവും ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്ത ശേഷം ഇനി എക്സ്ക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി എക്സ്ക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താ 3 ഇൻറ്റു എക്സ്ക്ക് 2 ആണ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ നീ എക്സ്ക്ക് ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താ 2 പ്ലസ് 2 ആണ്. അപ്പൊ നോക്കു മക്കളെ 3 ഇൻറ്റു 2 6 ആണ്. 6 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2 4 ആണ്. അപ്പൊ നിനക്ക് എന്താ കിട്ടുക? 6 പ്ലസ് 5 11. 11/4 ആണ് ഈ ക്വസ്റ്റ്യനുക്ക് ആൻസർ. ഈ ആൻസർ കിട്ടി എപ്പോ? നീ ബോർഡ് എക്സാമിന് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്തപ്പോ. എൻട്രൻസിന് ഇത്രയും ചെയ്ത എന്റെ മക്കൾക്ക് ഒരുപാട് സമയമാകുമോ? അപ്പൊ ടീച്ചർ ഇതിന് ഷോർട്ട് കട്ട് പറഞ്ഞു തരാൻ തുടങ്ങട്ടെ. കേട്ടോ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 10 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4. ഈ ക്വസ്റ്റ്യന് നീ എൻട്രൻസിൽ ചെയ്യുമ്പോ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ യു ബൈ വി ആണെന്നൊന്നും ആലോചിക്കരുത്. സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ നോക്ക് 3x സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്ത എന്താണ്? 2 ഫ്രണ്ടിൽ കൊണ്ടുവരിക, 6x എഴുതും ആണോ? എഴുതി. ഇനി മൈനസ് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത -1. -10 ഡിഫറൻഷിയേറ്റ് ചെയ്ത 0 അറിയാം, ബൈ ഇടുക. ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്ത 2x. -4 ഡിഫറൻഷിയേറ്റ് ചെയ്ത 0 ആണോ? സോ ഇത് എഴുതി. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 ആണോ? എക്സ്റ്റെൻഡിങ് ടു 2 ആണോ? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ എക്സ്ക്ക്. അപ്പോ 6 ഇൻറ്റു 2 എന്ത് കിട്ടും? 12 കിട്ടും. -1 ഡിവൈഡഡ് ബൈ എക്സ്ക്ക് എത്രയാണ്? 2. അപ്പൊ 2 ഇൻറ്റു 2 എന്താണ്? 4 കിട്ടും. അപ്പൊ നീ നോക്ക് 12 - 1 എന്താണ്? 11. 11/4. നോക്ക് ഇവിടെ നീ ഇത്രയും ചെയ്ത് 11/4ലേക്ക് വന്ന ആൻസറെയാണ് ടീച്ചർ ഇങ്ങനെ ചെയ്ത് കാണിച്ചേ. മനസ്സിലായ? ഇങ്ങനെ ചെയ്ത വേഗം ചെയ്യാം. നമുക്ക് എൻട്രൻസ് വേഗം മാർക്ക് വാങ്ങിക്കാം. അപ്പൊ MA അക്കാദമിയിൽ ജോയിൻ ചെയ്യൂ. ഷോർട്ട് കട്ട് ട്രിക്സ് ഒക്കെ പഠിക്കൂ. എൻട്രൻസിൽ മാർക്ക് നേടും.